ഹലോ എവരി വൺ, വെൽക്കം ടു ദ ന്യൂ ചാപ്റ്റർ സർഫേസ് കെമിസ്ട്രി. അപ്പോൾ സർഫേസ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? സർഫേസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു കെമിസ്ട്രിയുടെ ഒരു ശാഖ. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഫിനോമിന ഒക്കറിങ് അറ്റ് ദ സർഫേസ് ഓർ ഇൻ്റർഫേസ്. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ കുറേ സർഫേസസ് കാണുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മേശയുടെ സർഫേസ്, ഉപരിതലം, അല്ലെങ്കിൽ ഒരു ബോളിൻ്റെ സർഫേസ്, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് സർഫേസസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സർഫേസസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ഈ സർഫേസസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ വേറെ മോളിക്യൂൾസിനെ ഹോൾഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടീനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ അക്യുമുലേഷൻ ഓഫ് മോളിക്കുലാർ സ്പീഷീസ് അറ്റ് ദ സർഫേസ് റേദർ ദാൻ ഇൻ ദ ബൾക്ക് ഓഫ് എ സോളിഡ്. അതായത് ഈ സർഫേസിൽ മോളിക്യൂൾസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും. അഡ്സോർപ്ഷനിൽ വരുന്ന ടേംസ് ആണ് അഡ്സോബേറ്റ് ആൻഡ് അഡ്സോബെൻറ്റ്. അപ്പോൾ അഡ്സോബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ മോളിക്കുലാർ സ്പീഷീസ് ഓർ സബ്സ്റ്റൻസ് വിച്ച് കോൺസെൻട്രേറ്റ് ഓർ അക്യുമുലേറ്റ് അറ്റ് ദ സർഫേസ്. അതായത് സർഫേസിൽ ഒക്കുപ്പൈ ചെയ്യുന്ന മോളിക്യൂൾസിനെയാണ് അഡ്സോബേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്സോബെൻറ്റ് എന്താ? ദ മെറ്റീരിയൽ ഓൺ ദ സർഫേസ് ഓഫ് വിച്ച് ദ അഡ്സോർപ്ഷൻ ടേക്സ് പ്ലേസ്. ഈ അഡ്സോർപ്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ എവിടെയാണ് ഈ മോളിക്യൂൾസ് വന്ന് നിൽക്കുന്നത്, ആ സർഫേസിനെയാണ് എന്ത് പറയുന്നത്? അഡ്സോബെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരു സോളിഡാണ്. അപ്പം ഇതിൻ്റെ സർഫേസ് അത് അഡ്സോബെൻ്റായിട്ട് ആക്ട് ചെയ്യും. അതിൽ വന്ന് ഒക്കുപ്പൈ ചെയ്യുന്ന മോളിക്യൂൾസിനെ നമ്മൾ അഡ്സോബേറ്റ് എന്ന് പറയും. അഡ്സോർപ്ഷൻ്റെ എക്സാമ്പിൾസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ടർ വേപ്പേഴ്സ് ഓൺ സിലിക്ക ജെൽ. അപ്പോൾ സിലിക്ക ജെൽന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. നമ്മൾ ചില പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങുമ്പം അതിൻ്റെ കൂടെ ഒരു പാക്കറ്റിൽ ഒരു ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് സിലിക്ക ജെൽസ് കിട്ടും. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പിക്ചറിലേക്ക് നോക്കുക. അപ്പോൾ ഈ സിലിക്ക ജെൽ എന്തിനാ അതിൽ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സിലിക്ക ജെൽ എന്ത് ചെയ്യും? മോയ്സ്ചർ കണ്ടൻറ്റിനെ വലിച്ചെടുക്കും. അതായത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഫുഡ് ഐറ്റംസിലോ അതേപോലെ തന്നെ എന്തെങ്കിലും പ്രൊഡക്ട്സിൽ നമ്മുടെ മോയ്സ്ചർ കണ്ടൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ സിലിക്ക ജെൽ അവിടെ വെക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? മോയ്സ്ചറിനെ അഡ്സോർബ് ചെയ്യും. അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പം ഇത് സിലിക്ക ജെല്ലാണെന്ന് വിചാരിച്ചാൽ ഇതിൽ അഡ്സോർബ് ചെയ്യുന്നത് എന്താ? വാട്ടർ മോളിക്യൂൾസ്. അപ്പം സിലിക്ക ജെൽ എന്ന് പറയുന്നത് അഡ്സോർബൻറ്റും വാട്ടർ വേപ്പേഴ്സിന് അഡ്സോബേറ്റുമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതേപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ് ഓൺ ആക്ടിവേറ്റഡ് ചാർക്കോൾ. ഈ ചാർക്കോൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലരൊക്കെ ഫസ്റ്റ് ടൈം ആയിരിക്കും കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ ചാർക്കോളിൻ്റെ മലയാളം കരി എന്നാണ്. അതായത് നമ്മളിപ്പോൾ വിറകൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കരിനെയാണ് നമ്മൾ ചാർക്കോൾ എന്ന് പറയുന്നത്. ബട്ട് ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറയുന്നത് ലാബിൽ യൂസ് ചെയ്യുന്ന ചാർക്കോളാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു ഈ ചാർക്കോളൊക്കെ മോളിക്യൂൾസിനെ അഡ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ അഡ്സോർബ് ചെയ്യുന്നത്? ആ ഒരു സോളിഡ് പാർട്ടിക്കിൾസിനെ ഇത് ചാർക്കോൾ ആണെന്ന് കരുതുകയാണെങ്കിൽ ഇതിന് ഓരോ പോർ സൈസ് ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ വിറകിൽ നിന്ന് കിട്ടുന്ന കരിക്ക് പോർ സൈസ് കുറവാണ്. ബട്ട് ആക്ടിവേറ്റഡ് ചാർക്കോൾ നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ചാർക്കോളിന് പോർ സൈസ് കൂടുതലാണ്. അങ്ങനെയുള്ള ചാർക്കോളിനാണ് നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചാർക്കോൾസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ
ഓക്സിജനും ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും ഒക്കെ ഈ ആക്ടിവേറ്റഡ് ചാർക്കോളിൽ അബ്സോർബ് ചെയ്യപ്പെടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എക്സാമ്പിൾസും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രോസസ്സും പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഇഫ് ഗ്യാസ് ലൈക്ക് ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ്, ക്ലോറിൻ, അമോണിയ or sulfur dioxide is taken in a closed vessel containing powdered charcoal, it is observed that the pressure of the gas in the enclosed vessel decreases. അതായത് നമ്മൾ ഒരു വെസലിൽ പൗഡേർഡ് ചാർക്കോൾ, അതായത് ആ വെസലിൽ ഓൾറെഡി എന്തൊക്കെയുണ്ട്, ഓക്സിജൻ, ഹൈഡ്രജൻ ഇങ്ങനെയുള്ള ഗ്യാസസ് ഒക്കെ ഉണ്ട്. അതിലേക്ക് ഒരു പൗഡേർഡ് ചാർക്കോൾ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നു, ദ പ്രഷർ ഓഫ് ദ വെസൽ ഡിക്രീസസ്. ആ വെസലിലെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? അപ്പോൾ എക്സാമിന് ഇങ്ങനെയൊക്കെ തന്നിട്ട് അതിൻ്റെ കാരണം ചോദിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ദ ഗ്യാസ് മോളിക്യൂൾ കോൺസെൻട്രേറ്റ് അറ്റ് ദി സർഫേസ് ഓഫ് ദ ചാർക്കോൾ. അപ്പോൾ ഈ ചാർക്കോളിന് എന്ത് പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതിന് അബ്സോർബ് ചെയ്യാനുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സർഫേസിലേക്ക് ഈ മോളിക്യൂൾസ് ഒക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ആ വെസലിലുള്ള പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇൻ എ സൊല്യൂഷൻ ഓഫ് എൻ ഓർഗാനിക് ഡൈ, സേ മെത്തിലിൻ ബ്ലൂ, വെൻ ആനിമൽ ചാർക്കോൾ ഈസ് ആഡഡ് ആൻഡ് ദ സൊല്യൂഷൻ ഈസ് വെൽ ഷേക്കൺ, ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ഫിൽട്രേറ്റ് ടേൺസ് കളർലെസ്. അപ്പോൾ നമ്മളൊരു ഓർഗാനിക് ഡൈ എടുത്തിട്ട്, ഓർഗാനിക് ഡൈ എന്ന് പറയുമ്പോൾ കളേർഡ് സൊല്യൂഷൻ ആയിട്ടുള്ള മെത്തിലിൻ ബ്ലൂ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം മെത്തിലിൻ ബ്ലൂ എടുത്തു കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ചാർക്കോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ആ സൊല്യൂഷൻ കളർലെസ് ആകുന്നു, അതായത് അതിൻ്റെ കളറ് പോകുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ അഡ്സോർപ്ഷൻ ടേക്സ് പ്ലേസ്. അഡ്സോർപ്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നു, ആ കളേർഡ് മോളിക്യൂൾസ് ഈ ചാർക്കോളിൻ്റെ സർഫേസിലേക്ക് അഡ്സോർബ് ചെയ്യപ്പെടുന്നു. ദ മോളിക്യൂൾസ് ഓഫ് ദ ഡൈ അക്യുമുലേറ്റ് ഓൺ ദ സർഫേസ് ഓഫ് ദ ചാർക്കോൾ. ചാർക്കോളിൻ്റെ സർഫേസിലേക്ക് കളേർഡ് ഡൈ എന്ത് ചെയ്യുന്നു, അഡ്സോർബ് ചെയ്യുന്നു. അങ്ങനെ ആ സൊല്യൂഷൻ എന്തായിട്ട് കാണപ്പെടുന്നു, കളർലെസ് ആയിട്ട് കാണപ്പെടുന്നു. നെക്സ്റ്റ് വൺ, aqueous solution of rose sugar when passed over beds of animal charcoal becomes colorless as the coloring substances are absorbed by the charcoal. ഇതും നേരത്തെ പറഞ്ഞ പോലത്തെ സെയിം കണ്ടീഷനാണ്. കളേർഡ് സൊല്യൂഷൻ പാസ് ചെയ്യുന്ന സമയത്ത്, ആനിമൽ ചാർക്കോളിലേക്കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അത് കളർലെസ് ആയി മാറുന്നു. എന്തുകൊണ്ട്? There occurs adsorption. Next point, the air becomes dry in the presence of a silica gel because the water molecule get adsorbed on the surface of the gel. ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. സിലിക്ക ജെൽസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുത്ത് നമുക്ക് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താ, നമുക്കൊരു സോളിഡ് സർഫേസ് ഉണ്ടെങ്കിൽ ആ സോളിഡ് സർഫേസിന് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഗ്യാസ് മോളിക്യൂൾസിനെയും ലിക്വിഡ് മോളിക്യൂൾസിനെയും ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ അഡ്സോർബ് ചെയ്ത മോളിക്യൂൾസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീസോർപ്ഷൻ. ദ പ്രോസസ് ഓഫ് റിമൂവിങ് an adsorbed substance from the surface on which it is adsorbed is called desorption. അതായത് ഇങ്ങനെ ഒരു സോളിഡ് സർഫേസിൽ അഡ്സോർബ് ചെയ്യപ്പെട്ട മോളിക്യൂൾസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഡീസോർപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ദ അക്യുമുലേഷൻ ഓഫ് മോളിക്കുലാർ സ്പീഷീസ് മോർ ഓൺ ദി ബൾക്ക് ദാൻ ഓൺ ദ സർഫേസ്. അതായത് സർഫേസിലല്ലാതെ ഒരു സോളിഡിൻ്റെ മൊത്തത്തിൽ ഉള്ളിലേക്ക്, അതായത് ബൾക്ക് ഓഫ് ദ സോളിഡ് മുഴുവൻ
ഈ മോളിക്യൂൾസ് അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് അബ്സോർപ്ഷൻ എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു സ്പോഞ്ച് എടുക്കുന്നു, അത് വെള്ളത്തിൽ മുക്കി പുറത്തെടുത്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ആ സ്പോഞ്ച് മുഴുവൻ വെള്ളം ഉണ്ടാവും. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതായത് സ്പോഞ്ചിൻ്റെ മുഴുവൻ ആ ബൾക്കിൽ മുഴുവൻ എന്തുണ്ട്, പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു സോളിഡ് കൺസിഡർ ചെയ്ത് അതിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ സർഫേസിൽ മാത്രം മോളിക്യൂൾസ് അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയും. ഇനി സോളിഡിൻ്റെ ഉള്ളിൽ മുഴുവൻ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു, അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. അപ്പം നെക്സ്റ്റ് നമുക്ക് അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിൽ ഡിഫറൻസ് പഠിക്കാം. ഇനി നമ്മൾ സോളിഡ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചില സോളിഡ്സിൽ നമുക്ക് അഡ്സോർപ്ഷൻ മാത്രം നടക്കുന്നതായിട്ട് കാണാൻ പറ്റും, ചില സോളിഡ്സിൽ നമുക്ക് അബ്സോർപ്ഷൻ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ബട്ട് ഇത് രണ്ടും കൂടി നടക്കുന്ന സോളിഡ്സും ഉണ്ട്. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ നടക്കുന്ന സോളിഡ്സ് എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും തമ്മിലെ ഡിഫറൻസ് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എക്സാമ്പിളാണ് ചോക്ക് ഡിപ്ഡ് ഇൻ ഇങ്ക്. ഇത് ഇങ്കാണ്. ഇതിലേക്ക് നമ്മൾ ഒരു ചോക്ക് പീസ് ഡിപ്പ് ചെയ്യാണ്. അപ്പം ഇങ്ങനെ ഒരു ചോക്ക് പീസ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഇങ്ക് ഇങ്ങനെ ചോക്കിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ആ ചോക്ക് പീസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, നമുക്ക് 2 ചോക്ക് പീസ് കിട്ടിക്കഴിഞ്ഞു. അപ്പം അതിൽ ഈ ചോക്ക് പീസിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് നല്ല കട്ടി നിറം കാണാൻ സാധിക്കും. ബട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്കങ്ങനെ കട്ടിയിൽ നിറം കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, 2 പ്രോസസ്സും നടന്നിട്ടുണ്ട്. അഡ്സോർപ്ഷനും നടന്നിട്ടുണ്ട്, അബ്സോർപ്ഷനും നടന്നിട്ടുണ്ട്. അതായത് സർഫേസിൽ മോളിക്യൂൾസൊക്കെ ഇങ്ക് മോളിക്യൂൾസൊക്കെ അഡ്സോർബ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇപ്പം നമ്മളൊരു ബ്ലൂ കളർ എടുത്തതെങ്കിൽ നല്ല കട്ടി ബ്ലൂ ആയിട്ട് നമുക്ക് ചോക്കിൻ്റെ മുകൾ ഭാഗത്ത് കാണാൻ സാധിക്കും. ബട്ട് ചോക്കിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഉള്ളിലും എന്തുണ്ട്, നിറം വന്നിട്ടുണ്ട്, ബട്ട് ലൈറ്റ് ആയിരിക്കും. അപ്പം അതെന്തുകൊണ്ടാ, അത് യൂണിഫോം ആയിട്ട് കളറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ സർഫേസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത പോലെയല്ല ബൾക്കിലേക്ക് വരുമ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ബൾക്കിലേക്ക് വരുന്ന സമയത്ത് അത് യൂണിഫോം ആയിട്ട് എല്ലായിടയ്ക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. അപ്പം നമുക്ക് എന്ത് കാണാൻ സാധിക്കില്ല, കട്ടി നിറം കാണാൻ സാധിക്കില്ല. ഇതിൻ്റെ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് സർഫേസ് ഫിനോമിനനാണ്, അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ബൾക്ക് ഫിനോമിനനാണ്. നേരത്തെ പറഞ്ഞ ചോക്കിൻ്റെ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് കിട്ടുകയാണ്. എന്താണത്, അഡ്സോർപ്ഷൻ്റെ കേസിൽ സബ്സ്റ്റൻസ് ഈസ് കോൺസെൻട്രേറ്റഡ് only at the surface. സർഫേസിൽ മാത്രമേ മോളിക്യൂൾസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലോ. ബട്ട് അബ്സോർപ്ഷൻ്റെ കേസിൽ എന്താ, the substance is uniformly distributed throughout the
bulk of the solid. Throughout the bulk of the solid. അപ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലായില്ലേ? ചോക്കിൻ്റെ കേസിൽ കട്ടി നിറം എന്തുകൊണ്ടാണ് മുകളിൽ കാണുന്നത്? അവിടെ മോളിക്യൂൾസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്, സർഫേസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്താ മോളിക്യൂൾസ് ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അവിടെ കാണുന്ന നിറം എന്താ? കട്ടി കളറല്ല, അവിടെ യൂണിഫോം ആയിട്ട് ലൈറ്റ് കളറിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന ഒരു ടേം ആണ് സോർപ്ഷൻ എന്ന് പറയുന്നത്. ഈ ചോക്കിൻ്റെ കേസിൽ മാത്രമായി പറയുന്നത്. എന്താ സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഈസ് കോൾഡ് സോർപ്ഷൻ വെൻ ബോത്ത് അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഒക്കേഴ്സ്. അപ്പോൾ നമ്മൾ സോളിഡ്സിൻ്റെ കാര്യം പറഞ്ഞു, അബ്സോർപ്ഷൻ മാത്രം നടക്കുന്നത്, അഡ്സോർപ്ഷൻ മാത്രം നടക്കുന്നത്, രണ്ടും കൂടെ നടക്കുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടെ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചോക്കിൻ്റെ കേസിൽ രണ്ടും നടക്കുന്നുണ്ട്, അഡ്സോർപ്ഷനും നടക്കുന്നുണ്ട്, അബ്സോർപ്ഷനും നടക്കുന്നുണ്ട്. സോ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സോർപ്ഷനാണ്. അപ്പോൾ ഇതൊരു നോട്ടായിട്ട് സൈഡിൽ എഴുതി വെക്കുക. നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ് അഡ്സോർപ്ഷൻ്റെയും അബ്സോർപ്ഷൻ്റെയും കേസിൽ. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അഡ്സോർപ്ഷൻ്റെ കേസിൽ ഇറ്റ്സ് റേറ്റ് ഈസ് ഹൈ ഇൻ ദ ബിഗിനിങ് ആൻഡ് ദെൻ ഡിക്രീസസ് ടിൽ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ്. അതായത് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ വേഗത, സ്പീഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാണ്, പിന്നെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് വരെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് അബ്സോർപ്ഷൻ്റെ കേസിലോ ഇറ്റ്സ് റേറ്റ് റിമെയിൻസ് സെയിം ത്രൂ ഔട്ട് ദി പ്രോസസ്. അതായത് ആ പ്രോസസ്സ് തീരുന്നത് വരെ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഇതൊക്കെയാണ് അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായി പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.